ഇപ്പൊ ഒരു പയ്യൻ വന്ന് പറഞ്ഞ കാര്യമുണ്ട്. ചേട്ടാ ഇവിടെ ഒരു ജിമ്മിനകത്ത് അഡ്മിഷൻ പോയി, അവിടെ ചെന്നപ്പോ 15 ഇയറിൽ അവിടെ ഒന്നിച്ചു കൊടുത്താൽ കേട്ടില്ല അവസ്ഥയാണ്. അങ്ങനെ ഇവിടെ വന്ന ആൾക്കാർക്കാണെങ്കിൽ അത് വേണമെങ്കിൽ 1 വർഷം കൊണ്ട് അടച്ചപ്പോൾ ഞങ്ങളത് കേട്ടും. കാരണം ഞാൻ പൈസ വേണ്ടി മാത്രമല്ല, എൻ്റെ പാഷനാണ്. അപ്പൊ അതിനകത്ത് കയറിയാണ് ഇവിടെ ആൾക്കാർ കഴിച്ചത്. കാരണം ഈ ജിമ്മ് ഞാൻ ഇവിടെ കക്ക കയറി എന്ന് പറഞ്ഞ നിങ്ങൾ ദിവസം ഉണ്ടായിരുന്നില്ലേ, എല്ലാവരും ഉണ്ടല്ലേ കക്കാൻ കയറി എന്ന് പറഞ്ഞത്. ഇത് എൻ്റെ ജിമ്മാണ്. എൻ്റെ ജിമ്മെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴ്സിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തിരക്കായിരുന്നു. ഞാൻ പല ജിമ്മുകളും ഇങ്ങനെ ഇവർക്ക് ലീസിനല്ല കൊടുത്തങ്ങനെ ഉണ്ടാവും, ഇവർക്ക് നടത്തിപ്പവകാശം കൊടുത്തുള്ളൂ. ഒരു 40% നടത്തിപ്പവകാശം. അത് എനിക്കും കൂടി ഇവിടെ വരാം, എനിക്കും കൂടി നടത്താം, അങ്ങനെയുള്ള സംഭവം കൊടുത്തിരുന്നത്. ഇതിലൊരു 10 ലക്ഷം രൂപ കൂടുതൽ എന്നെ പറ്റിച്ചു. പിന്നെ ഒരിടയ്ക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നടത്തുന്ന ആളുടെ കുട്ടിയുടെ ഹസ്ബൻഡ് 3 മാസം അകത്ത് കിടന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ 3 മാസം അകത്ത് കിടന്നുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ് വന്ന് പറഞ്ഞു അത് ശരിയാവില്ല, നടത്താൻ പറ്റില്ല. അത് അറിയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, മറ്റേ ഇവിടെ വരുന്ന ആൾക്കാർക്ക് നിങ്ങൾ തടി പറയാൻ നല്ലതാണ് അങ്ങനെ പറ അവര് വിൽപ്പന തുടങ്ങി. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ അവരോട് പറഞ്ഞിങ്ങനെ ഇത് പറ്റില്ല, ഇറങ്ങാൻ പറഞ്ഞു. ഇത് നേരിട്ട് കണ്ടോ? അല്ലെ, ഞാൻ ഇവിടെ വന്നിട്ടാണ് പറയണത്. ഇങ്ങനെ നേരിട്ട് വന്ന് പറയണം, ഇങ്ങനെ ഇറങ്ങി സംഭവം ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് പിന്നെ എനിക്ക് ഇവരെ മൈൻഡ് ചെയ്യാൻ ഒരു ഫേസ് ചെയ്യാനൊരു മടിയാണ്. രാത്രി ഞാൻ 1 മണിക്ക് 2 മണിക്ക് ഇതിൽ പോയപ്പോ അല്ല ഇത് പേഴ്സണൽ റൂമാണ്, എനിക്ക് അറിയാലോ. ഇപ്പൊ ഞാൻ കണ്ടില്ലേ ഈ റൂം ആ പേഴ്സണൽ റൂമാണ്. അതിനകത്ത് 2 ചെക്ക് സാധനമൊക്കെ ഇരുന്നത്. അപ്പൊ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഷട്ടർ അത്ര നിങ്ങൾ കണ്ടല്ലേ, ഷട്ടർ അത്രയും താത്തി അവരിടുള്ളൂ. ഷട്ടർ അത്ര താത്തി അവരിടേണ്ട ഉദ്ദേശം എന്താ വെച്ചാൽ രാവിലെ വന്നവർ തുറക്കൂല, ഇവിടെ വന്നവര് തന്നെ അത് പൊക്കണം. ഇത്ര ഇടുന്നു, പകുതിയിലിടുന്നു. ഈ പ്രായമുള്ള ആൾക്കാരെ ഇവിടെ മോളിക്ക് പൊക്കാൻ ബുദ്ധിമുട്ടുകൊണ്ട് അവർ ഇത്ര ഇട്ട് താക്കോല് തുറക്കണം. അപ്പൊ ഞാൻ വന്നപ്പോഴും അങ്ങനെ എടുക്കാം. എൻ്റെ കയ്യിൽ താക്കോലുണ്ട്, എനിക്ക് വേറെ കുത്തി തുറക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീഴാണ് അവർക്ക് കൊടുത്തത്. അവർ പറഞ്ഞെന്താ ഞാൻ കീ കുത്തി തുറന്നതാണ് ഈ സാധനം. അതിന് ഗ്ലാസ്സിന് ഡോറുണ്ട്, അത് തുറക്കും. തുറന്നപ്പോ ഈ ഷട്ടർ ഞാൻ വീണ്ടും പൊക്കട്ടാന്ന് വിചാരിച്ചതെന്നാ ഞാൻ പൊക്കി കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ നടക്കണം. പിന്നെ രാവിലെ വരുമ്പോ മറ്റേ ഈ പ്രായമുള്ള ആൾക്കാർ എടുത്ത് പൊക്കണം. ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് കയറി. ഈ സാധനമാണ് നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടിട്ട് വെച്ചാൽ ഇവര് ഇവിടുത്തെ വിഷൻ എടുത്തിട്ട് ഇവിടെ ക്യാമറ ഉണ്ടെന്നുള്ളത് എനിക്കറിയാലോ, എൻ്റെ ജിമ്മല്ലേ. ഇവര് വിശ്വസിച്ച് ഇരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, ഇവര് ചേർന്ന് ക്യാമറ വർക്ക് ചെയ്യണ്ടതില്ലാന്ന്. നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മള് ക്യാമറയുടെ ഉള്ളിൽ ലൈറ്റ് കത്തണമെന്നില്ല ക്യാമറ വർക്ക് ചെയ്യാൻ.